ലവ് ജിഹാദ് ഈ പേര് കേരളം കേട്ടു തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ട് കുറെ നാളുകളായി അല്ലെങ്കിൽ കുറെ വർഷങ്ങളായി. പ്രത്യേകിച്ച് കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗാൻഡ സിനിമ വന്നതോടുകൂടി അത് കൂടുതൽ വിഷയങ്ങൾ കൂടുതൽ പേരിലേക്ക് ആ ചർച്ച എത്തുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് ഒരു സൂയിസൈഡ്, അതായത് ഒരു സോന എന്നൊരു പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വീണ്ടും മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ ലവ് ജിഹാദോ എന്ന ഒരു തലക്കെട്ടോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത ചർച്ച ചെയ്തത്. ഷെബിൻ, ഞാൻ ചോദിക്കുന്നത് ഒരു മുസ്ലിം മതവിശ്വാസം പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് ഷെബിൻ. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് എങ്ങനെയായിരിക്കും ആദ്യത്തെ ഒരു മറുപടി? ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, എന്താണ് ലവ് ജിഹാദ്? എന്താണ് മാർലവിയുടെ ഒരു ലവ് ജിഹാദ് എന്നത് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നില്ല, കാരണം ഞാൻ അത് ഒരു സ്ഥിരമായി നടക്കുന്ന ഒരു ഏർപ്പാടായിട്ട് ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നില്ല. അത് എവിടെയൊക്കെയോ അവിടെവിടങ്ങളിലായി അങ്ങനെ ഒരു സംഭവം ഉയർന്നു വരുമ്പോൾ കേൾക്കുന്ന ഒരു പേരായിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഇന്റർകാസ്റ്റ് മാരേജ് പോലെ, ഇന്റർകാസ്റ്റ് മാരേജിനപ്പുറം ഇന്റർകാസ്റ്റായിട്ട് വരുന്ന വ്യക്തികൾ ഒരു പെൺകുട്ടിയെയോ അല്ലെങ്കിൽ ഒരു പുരുഷനെയോ മതം മാറാതെ മതത്തിന് വേണ്ടി മതത്തിലേക്ക് ക്ഷണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ പ്രണയിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു രീതി. അത് കൂടുതലായി നമ്മൾ ലവ് ജിഹാദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാർ ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ ഹിന്ദുസോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് മതവിശ്വാസികളെ അവരുടെ മതവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്ന തരത്തിൽ ആ ഒരു പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ആ ഒരു അജണ്ട മനസ്സിൽ വെച്ചുകൊണ്ട് പ്രണയിക്കുകയും പിന്നീട് അവരിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് ശരി? അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇസ്ലാമിക് കൾച്ചറിൽ വളർന്ന, മദ്രസയിൽ പഠിച്ചു വളർന്ന ഒരാളാണ്. തീർച്ചയായും ലവ് ജിഹാദ് എന്നൊരു സംഭവം, എന്നൊരു വാക്ക് ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരേണ്ട കാര്യമില്ല. മതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് മതം പഠിച്ച് അതിൽ പൂർണ്ണമായി സാറ്റിസ്ഫൈഡ് ആയി സത്യമുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രം മതത്തിലേക്ക് വന്നതിന്റെ കാര്യമുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഒരാളെയും ഇപ്പോ അമുസ്ലിങ്ങളായ ഒരാളെ, മുസ്ലിം മീൻസ് മറ്റു മതത്തിൽപ്പെട്ട ഒരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇപ്പൊ തന്നെ നമ്മുടെ ലോകത്തില് ഒരു ലേറ്റസ്റ്റ് സ്റ്റഡി അനുസരിച്ച് പറയാം, 2050 കൂടി ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളരുന്ന മതം, ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുന്ന മതം ഇസ്ലാമാണ്. അത് ലവ് ജിഹാദിലൂടെയാണോ വരുന്നത്? ഞാൻ പറയാം, എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് പോപ്പുലറായ ആളുകൾ എടുത്തു, ഇന്ത്യയിൽ എ ആർ റഹ്മാൻ, അതുപോലെ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ കുറെ ആളുകൾ, ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നത് ലവ് ജിഹാദിലൂടെയാണോ? ലവ് ജിഹാദ് ഇപ്പോ ഷെബിൻ പറഞ്ഞ ഒരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു മതം അത് ഇസ്ലാം ആണെന്നുള്ളത്. അങ്ങനെ മതം വളർത്തുക എന്നുള്ള ഒരു അജണ്ട ഇസ്ലാമിനുണ്ടോ? തീർച്ചയായും ഇല്ല എന്നുള്ളതാണ്. അതിന്റെ ആവശ്യമില്ല. ഇസ്ലാമിൽ ഇപ്പൊ ആളെ കൂട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പൊ നിങ്ങളെല്ലാരും ദൈവത്തിലെ വിശ്വസിക്കൂ, അള്ളാഹുവിനെ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് ആളെ കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഒരിക്കലും ഈ ഇസ്ലാമിൽ ലവ് ജിഹാദ് ഒരു സംഭവം ഇല്ല. ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ അടുത്ത കാലത്തായി നടന്നൊരു സംഭവമാണ്. വെറും 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് സോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. ആ കുട്ടിയുടെ വിവാഹിത അല്ല, ആ കുട്ടിയുടെ കാമുകനാണ് ഈ റമീസ് എന്ന് പറയുന്ന ഒരു ആൺകുട്ടി. അപ്പോ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രണയിക്കുന്നു, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. സോനയും അതുപോലെ ആ പയ്യന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? ആ കുട്ടി ഒരു ഇന്റർകാസ്റ്റ് മാരേജിന് തയ്യാറാണ്, പക്ഷെ മതം മാറില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോഴേക്കും ആ കുട്ടിയെ പീഡിപ്പിക്കുന്നു. അവോയ്ഡ് ചെയ്തിട്ടില്ല, അടിക്കുകയാണ് ചെയ്തത്. വീട്ടിൽ കെട്ടിയിട്ട് അടിക്കുക, അങ്ങനെയുള്ള വരിക, കൊച്ചു ആത്മഹത്യ ചെയ്യുന്നു. തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അതിനെ നമ്മൾ എതിർക്കപ്പെടുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഒരാളെ നിർബന്ധിച്ചോ അടിച്ചോ അല്ല ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരിക്കലും നിർബന്ധിക്കാതെ വേണം അവർ വരാനായിട്ട്. അയാൾ ചെയ്തത് തീർച്ചയായും തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കുട്ടിയുടെ അമ്മ വരെ സാക്ഷ്യപ്പെടുന്നത്. ഞാൻ പറയുന്നത് ഇതിപ്പോ ഒരു സോനയല്ല. ഇതിനു മുൻപ് നമ്മൾ കേരള സ്റ്റോറി എന്ന് പറയുന്നത് കേരളത്തിന്റെ സ്റ്റോറി അല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ചില കാര്യങ്ങളിൽ അവിടെ ഇവിടെയായി നമ്മൾ ചർച്ച ചെയ്ത് പോയിട്ടുള്ളത് തന്നെയാണ്. ഈ ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി നമ്മൾ എല്ലാവരും വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പെൺകുട്ടികൾ വന്ന് അവരുടെ സ്വയം അവർ അനുഭവിച്ച കഥകളൊക്കെ ഞാനടക്കം പോയി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സംഘടന പോലെയൊക്കെ അവർ രൂപീകരിച്ച സമയത്ത് വിമർശനാത്മകമായിരുന്നാലും നമ്മൾ ചെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഈ ഇതിലേക്ക് പ്രണയിക്കുന്ന വ്യക്തി
ആദ്യമേ തന്നെ ഇവർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഖുറാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ മതപരമായ കാര്യങ്ങൾ ഇവരിലേക്ക് എത്തിച്ച് അവരെ ഇതിലോട്ട് മാനസികമായും പിന്നീട് അത് മാനസികമായുള്ളൊരു ഇതിലോട്ട് എത്തിയില്ല എങ്കിൽ പീഡനത്തിലൂടെയെങ്കിലും എത്തിക്കുന്ന തരത്തിലേക്ക് ഞാൻ തീർച്ചയായും ചോദിക്കുകയാണ്. ഇപ്പൊ മാലുവ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്, അത്യാവശ്യം പള്ളിയിലൊക്കെ പോകുന്ന ആളാണെന്ന് എനിക്കറിയാം. ഞാനൊരു ഖുർആൻ തന്നിട്ട് ഇസ്ലാമിലേക്ക് മാറുമെന്ന് പറഞ്ഞാൽ മാലുവ മാറുമോ? ഒരിക്കലും ഇല്ല. ഇല്ല. അതെന്ത് ചെയ്യും? അല്ല, എന്ത് ചെയ്യും എന്നുള്ളതല്ല, ഞാൻ സംസാരിക്കുന്ന കോണ്ടക്സ്റ്റ് അത് രണ്ടും വേറെയാണ്. നമ്മുടെ നാട്ടില്, നമ്മുടെ ഇന്ത്യയിൽ നിർബന്ധിത മതപരിവർത്തനം മാത്രമേ പ്രശ്നമുള്ളൂ. മതപരിവർത്തനം എന്നുള്ളത് പ്രശ്നമല്ല. ഞാനീ പറഞ്ഞത് അനുവദനീയമാണ്. ഞാനീ പറഞ്ഞത് പ്രണയത്തിന്റെ മറവിൽ ലവ് ജിഹാദിനെ കുറിച്ചാണ് നമ്മുടെ ടോപ്പിക്. അതാണ് മാർലീവ മാറുന്നതും മാറാത്തതും. ഞാൻ ഒരു മുസ്ലിം പുരുഷനിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അത് എനിക്കറിയില്ലല്ലോ, കാരണം എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ വിവാഹിതയാണ്, എനിക്കൊരു കുഞ്ഞുണ്ട്, ഞാൻ ക്രൈസ്തവ വിശ്വാസം അനുസരിച്ച് ജീവിച്ചു വരുന്ന ഒരാളാണ്. മതം എന്റെ ഒരു സ്ഥലത്തും തൊടാത്ത ഒരാളാണ്. അതായത് മതം എന്നുള്ളത് എന്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടി മാത്രം, ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, എന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം. മാധ്യമ ജീവിതത്തിൽ അത് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതിനെങ്കിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. തെറ്റെങ്കിൽ അവിടെയും തെറ്റ് തന്നെയാണ്. മറ്റേത് മതത്തെയും പോലെ തന്നെ എന്റെ മതത്തെയും ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ്. എന്റെ രാഷ്ട്രീയം എന്റെ ജോലിയാണ്, അല്ലെങ്കിൽ എന്റെ മതം എന്റെ ജോലിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ലവ് ജിഹാദ് എന്നുള്ളത്, അതായത് ഏതെങ്കിലും തരത്തിൽ പ്രണയത്തിന്റെ മറവിൽ പെൺകുട്ടികളെ ഇസ്ലാം മതം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കുന്നതാണോ എന്നുള്ളതാണ്. അതെ അതെ, ഒരിക്കലും അല്ല എന്നുള്ളതാണ് ഒരു ആൻസർ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിൽ പ്രേരണ എന്നൊരു സംഭവം ഇല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ചില സ്ഥലങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരു വിവാഹം എന്ന് പറയുന്നത് സത്യവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കല്ല ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ പോകുന്നു, അതും സത്യവിശ്വാസി ആയിരിക്കണം എന്ന് ഇസ്ലാമിൽ നിർബന്ധമുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് പറയുന്നത്. അതായത് സത്യവിശ്വാസി, അത് അള്ളാഹുവിനെ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കണം ഒരു മുസ്ലിമായ ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. ഇത് ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. അതല്ലെങ്കിൽ ആ വിവാഹം അനുവദനീയമല്ല എന്നാണ് മതപരമായ കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നു എല്ലാ മതത്തിലുള്ള മാതാപിതാക്കളും എല്ലാ മതസ്ഥരായുള്ള വ്യക്തികളും ഇതൊക്കെ തന്നെ ആയിരിക്കും അവരുടെ ചട്ടക്കൂടുകൾ. അതായത് ഇപ്പൊ ഒരു ക്രിസ്ത്യൻ ആയിരുന്നാൽ അവർ ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ ഒരു മുസ്ലിം ഒരു ഹിന്ദു ആയിരുന്നാൽ അമ്പലത്തിൽ പോയി തന്നെ വിവാഹിതരാകണം, വിവാഹിതയാകണം. പക്ഷെ നമ്മൾ ഇന്ത്യൻ കാസ്റ്റ് മാരേജ് എന്ന് പറയുന്നത് രണ്ട് മതത്തിലുള്ള, രണ്ട് സ്ഥലങ്ങളിലുള്ള അല്ലെങ്കിൽ രണ്ട് വ്യക്തിത്വങ്ങളുള്ള വ്യക്തികൾ അവരുടെ ആ പ്രണയമാണ് അവരെ ഒരുമിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെ, പ്രണയം എന്നുള്ളതും മതം എന്നുള്ളതും രണ്ടും വളരെ വ്യത്യസ്തമാണ്, വലിയ ഒരു അകലം പാലിക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് ലവ് ജിഹാദ് എന്ന് പറയപ്പെടുന്ന, അത് ഞാൻ കോട്ട് ചെയ്യുന്നൊരു വാക്കല്ല, ലവ് ജിഹാദ് എന്ന് പറയപ്പെടുന്ന അത്തരത്തിലുള്ള സംഭവങ്ങൾ, ഒരു മതം എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങളുടെ മതത്തിലേക്ക് വിശ്വാസിയാകണ്ട, പക്ഷെ നിന്റെ കൂടെ ജീവിക്കണം എന്ന് ആ സോന എന്ന പെൺകുട്ടി പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് റമീസിന് മതത്തിൽ വിശ്വസിച്ചാൽ മാത്രമേ, പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി മതം മാറണം, അതിനു വേണ്ടി കുടുംബം മുഴുവൻ ഒരുമിച്ച് നിന്ന് ആ കുട്ടിയെ വീട്ടെ റൂമിൽ പൂട്ടിയിടുക, അതിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കെട്ടിയിട്ട് അടിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് മതം മാറാൻ മാത്രം നടത്തുന്ന പീഡനമാണ്. അത് ശരിയല്ല എന്ന് ചേട്ടൻ പറയുന്നുണ്ട്. അതെ, അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അപ്പോഴെങ്ങനെയാണ് നമുക്ക് ലവ് ജിഹാദ് റെയറായിട്ടെങ്കിലും എവിടെയെങ്കിലും ഒക്കെ നടക്കുന്നില്ല എന്ന് പറയാൻ കഴിയുക? എനിക്ക് തോന്നുന്നത് ഈ റമീസിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മുസ്ലിം ആയിരിക്കണം നിർബന്ധമുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള നിർബന്ധമായി ചെയ്യിപ്പിച്ചതായിരിക്കാം അത്. എനിക്ക് തോന്നുന്നു അങ്ങനെ തീർച്ചയായിട്ടും തെറ്റ് തന്നെയാണ്. അങ്ങനെ മുസ്ലിം ആയെങ്കിൽ ആ കുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ട്, ആ കുട്ടിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ കുട്ടി ഇസ്ലാമിലേക്ക് വന്നുവെങ്കിൽ തീർച്ചയായും അത് ഒരിക്കലും അത് അനുവദനീയമായി